അതായത് ഗാന്ധിജി പരമതങ്ങളോട് അഥവാ ക്രൈസ്തവ ഇസ്ലാമിക മതങ്ങളോട് കുറേയും കൂടി അനുഭാവപൂർണമായ അല്ലെങ്കിൽ അവരെ കൂടി ഉൾക്കൊള്ളുന്ന ഒരു സൗഹൃദ മനോഭാവത്തോടു കൂടിയ സമീപനം സ്വീകരിച്ചിരുന്നു. നിരീശ്വരവാദികളെയും അദ്ദേഹം ഉൾക്കൊണ്ടിരുന്നു. ഇപ്പോൾ ഗോറയും ഗാന്ധിയുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ അത് സൂചിപ്പിക്കുന്നുണ്ട്. മുൽക്ക് രാജ് ആനന്ദുമായിട്ടുള്ള ബന്ധം ഒക്കെ അത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഗാന്ധിജി അങ്ങനെ ഒരു വലിയൊരു വിശാലത കാണിച്ചിരുന്നു. ഈ വിശാലതയുടെ പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം രാമനെ സ്വയം ഉൾക്കൊണ്ടിരുന്നത്. ആ ഉൾക്കൊള്ളൽ ഗോഡ്സെക്ക് ഇഷ്ടമല്ല. ബാക്കി എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഗാന്ധി സസ്യാഹാര ശീലത്തിൽ നിർബന്ധം പുലർത്തിയിരുന്ന ആളായിരുന്നു. അതുപോലെ ഗാന്ധി രാമരാജ്യവാദിയായിരുന്നു. ഗാന്ധി വർണ്ണാശ്രമ വ്യവസ്ഥയെ ന്യായീകരിച്ചിരുന്നു. ഗാന്ധിജി ദളിത് ജനങ്ങളെപ്പോലും മതവൽക്കരിക്കാൻ വേണ്ടി അവരുടെ അവശ്യ സ്വത്വം വിമോചനത്തിന് പ്രേരിപ്പിക്കുന്ന അവരുടെ യഥാർത്ഥ സ്വത്വത്തെ മറയ്ക്കുന്ന തരത്തിൽ അതിനൊരു ഹരിവംശത്തിൻ്റെ പ്രതീതി നൽകാൻ ശ്രമിച്ചിരുന്നു. ഇങ്ങനെ ഏതർത്ഥത്തിൽ നമ്മൾ ഗാന്ധിജി എടുത്ത് വായിച്ചാലും ഗോഡ്സെയുമായിട്ട് ഗാന്ധിജിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നും ഇല്ല. പക്ഷേ ഈ ഒറ്റ കാര്യത്തിലാണ് ഗാന്ധിജിയും ഗോഡ്സെയും തമ്മിൽ തെറ്റുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മതസൗഹാർദ്ദമില്ലാത്ത ഗാന്ധിയാണ് ഗോഡ്സെ. ഞാനത് പറയുമ്പോൾ അത് കുറച്ച് കടന്നു പോകുമെന്ന് എനിക്കറിയില്ല ഇന്നത്തെ സാഹചര്യത്തിൽ. പക്ഷേ ഞാൻ ഇവിടെ സംഭവിച്ചത് അതാണ് ശരിക്കും. ഇപ്പോൾ ബ്രാഹ്മണ ബനിയ സമൂഹം അഥവാ ഉയർന്ന ജാതിക്കാർ തന്നെയാണ് കോൺഗ്രസ്സിനെ അധികാരത്തിൽ ഉത്തരേന്ത്യയിലൊക്കെ നമുക്ക് പോയാൽ കാണാം. അവിടുത്തെ ഗാവുകളിൽ ഒരു ജമീന്ദാർ അല്ലെങ്കിൽ ഒരു ജന്മി ഒരു പ്രഖ്യാപനം നടത്തിയാൽ അവർക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവിടെ വോട്ടൊന്നും നടക്കില്ല. അപ്പോൾ ആരാണ് ജന്മിയുടെ രാഷ്ട്രീയ നേതാവ് അയാൾ ജയിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉത്തരേന്ത്യയിലുള്ളത്. ഇപ്പോൾ ജന്മിയുടെ രാഷ്ട്രീയ നേതാവ് കോൺഗ്രസ്സിന് പകരം BJP ആയി. അതാണിപ്പോൾ സംഭവിച്ചത്. രാജീവ് ഗാന്ധിക്ക് പറ്റിയ അബദ്ധം എന്നും അല്ലെങ്കിൽ അതിനുശേഷം നരസിംഹറാവുവിന് പറ്റിയ വലിയ അബദ്ധം എന്നും ഒക്കെ നമ്മൾ പറയുന്ന ആ ഒരു കാര്യം തന്നെയാണ് ഇവിടെ കൊണ്ടുവന്നത്. അതായത് ഇന്ത്യ ഇപ്പോഴും നമ്മൾ അപലപിക്കുന്ന അല്ലെങ്കിൽ അധിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ അധിക്ഷേപിക്കേണ്ട ആ ജാതി വ്യവസ്ഥയുടെ ബ്രാഹ്മണിക്കൽ മേൽക്കോയ്മാപരമായ ജാതി വ്യവസ്ഥയുടെ ഘടനയിൽ നിന്ന് മാറിയിട്ടില്ല. അതിനെ പക്ഷേ മാറ്റം വരുത്താൻ മൊത്തം പാരമ്പര്യത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് അത് സാധ്യമാകുമോ എന്നിടത്താണ് ഞാനും സണ്ണിയൊക്കെ ചിലപ്പോൾ ഒരു സംവാദാത്മകമായ രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കേണ്ടി വരുന്നത്. കാരണം എന്താ വെച്ചാൽ ആ ട്രഡീഷനെ മൊത്തം തള്ളിക്കൊണ്ട് ഒരു ചരിത്രജീവിയും സമൂഹജീവിയും കൂടിയായ മനുഷ്യന് എത്രത്തോളം സ്വയം രൂപപ്പെടുത്താനും രൂപാന്തരപ്പെടുത്താനും കഴിയും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അവിടെയാണ് ഈ നല്ല രാമനെയൊക്കെ നമുക്ക് പറയേണ്ടി വരുന്നത്. കവിതയിലെ രാമനല്ല രാഷ്ട്രീയത്തിലെ രാമൻ എന്ന് പറയേണ്ടി വരുന്നത്. രാഷ്ട്രീയത്തിലേക്ക് രാമനെ കൊണ്ടുവന്നപ്പോൾ ഗാന്ധി ഉദ്ദേശിച്ചതല്ല ഇവിടെ അദ്വാനിയും അശോക് സിംഗാളും നരേന്ദ്രമോദിയും ഒക്കെ ഈ രാമനെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്ന് എടുത്ത് പറയേണ്ടി വരുന്നത്. പക്ഷേ ഇതിനെ എങ്ങനെ മാറ്റം വരുത്താം എന്ന് ചോദിച്ചാൽ ഞാൻ പറയുക, നാരായണ ഗുരുവിൻ്റെയും അംബേദ്കറുടെയും ഗാന്ധിജിയുടെയും ധാരകളെ വളരെ ജനാധിപത്യപരമായ ആധുനിക വീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ രാഷ്ട്രീയ മുന്നേറ്റം വരുന്ന തലമുറയിൽ വളർത്തിയെടുത്തുകൊണ്ട് വേണം അത് മാറ്റാൻ. അതിനു വേണ്ടുന്നൊരു വലിയ രാഷ്ട്രീയ വിദ്യാഭ്യാസ പ്രവർത്തനമാണ്, അല്ലെങ്കിൽ ഒരു ഭരണഘടനാ പാഠശാലകളാണ്, ജനാധിപത്യ മതനിരപേക്ഷ ഭരണഘടനയുടെ പാഠശാലകളാണ് ഇതിന് പരിഹാരം എന്നാണ് എനിക്ക് പറയാൻ.